Hi all. So, welcome back to yet another video of Nourish with Anuvind. ഇന്ന് ഞാൻ പ്രഗ്നൻസി കീപ്പ് ചെയ്യേണ്ട ഒരു ജനറൽ ഡയറ്റ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ എപ്പോഴും ഫുള്ളി നറിഷ്ഡ് ആയിട്ടിരിക്കണം. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അവർക്ക് വേണ്ട അളവിൽ നമ്മുടെ ബോഡിയിൽ നിർബന്ധമായിട്ടും എത്തിയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ നമുക്കൊരു എനർജി ഒക്കെ ഫീൽ ചെയ്യും. ഫുൾ ടൈം നറിഷ്ഡ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡ് ആക്യുറേറ്റ് ആയിട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 9 മാസവും പിന്നെ കുറച്ച് ദിവസവും. അതായത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 40 വീക്സ്, അതായത് 40 ആഴ്ചകളാണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രഗ്നൻസിയെ 3 ട്രിമസ്റ്റേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രിമസ്റ്റർ, സെക്കൻഡ് ട്രിമസ്റ്റർ ആൻഡ് തേർഡ് ട്രിമസ്റ്റർ. ഫസ്റ്റ് ട്രിമസ്റ്റർ, ഒന്നാമത്തെ ട്രിമസ്റ്റർ എന്ന് പറയുന്നത് 1ാമത്തെ ആഴ്ച മുതൽ 12ാമത്തെ ആഴ്ച വരെയാണ്. ഫസ്റ്റ് വീക്ക് ടു 12th വീക്ക്. ഇനി രണ്ടാമത്തെ ട്രിമസ്റ്റർ എന്ന് പറയുന്നത് 13ാമത്തെ ആഴ്ച മുതൽ 28ാമത്തെ ആഴ്ച വരെ, അതായത് 13th വീക്ക് ടു 28th വീക്ക്. ഇനി മൂന്നാമത്തെ ട്രിമസ്റ്റർ എന്ന് പറയുന്നത് 29ാമത്തെ ആഴ്ച മുതൽ 40ാമത്തെ ആഴ്ച വരെ, 29th വീക്ക് ടു 40th വീക്ക്. ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന സമയത്ത് അവര് അണ്ടർ വെയിറ്റ് ആണെങ്കിൽ, അതായത് ഈ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്നൊക്കെ നമ്മൾ BMI, ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത് 18 എന്ന് പറയുന്ന വാല്യൂവിന് താഴെ ഉള്ളവരെയാണ് നമ്മൾ അണ്ടർ വെയിറ്റ് എന്ന് പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കൺസീവ് ചെയ്യുന്ന സമയത്ത്, പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ആ സ്ത്രീ അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 28 to 40 പൗണ്ട്സ് വെയിറ്റ് ഗെയിൻ ചെയ്യണം വീണ്ടും, എന്നാലേ അവർക്ക് കറക്റ്റ് ആയിരിക്കും. ഇനി അവരെ നോർമൽ വെയിറ്റ് ആണെങ്കിൽ അവർക്ക് 23 to 35 പൗണ്ട്സ് വരെ വെയിറ്റ് കൂട്ടിയാൽ മതി. 23 മുതൽ 35 പൗണ്ട് വരെ വെയിറ്റ് കൂട്ടിയാൽ മതി. ഇനി ആ സ്ത്രീ ഓവർ വെയിറ്റ് ആണെങ്കിൽ 15 മുതൽ 25 പൗണ്ട് വരെ വെയിറ്റ് കൂട്ടിയാൽ മതി. 15 to 25 പൗണ്ട്സ് വരെ വെയിറ്റ് ഗെയിൻ ചെയ്താൽ മതി. ഇനി അവർ ഒബീസ് ആണെങ്കിൽ, അതായത് ഒരുപാട് വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 11 മുതൽ 12 പൗണ്ട് വരെ വെയിറ്റ് കൂട്ടിയാൽ മതി. 11 to 12 പൗണ്ട്സ് വരെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആണ്. ഇതെല്ലാവർക്കും എന്തായാലും അറിയുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ അൾട്രാസോണോഗ്രാം സ്കാനിങ്ങിലൂടെ നമുക്ക് കൺസീവിംഗ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡുകൾ നമുക്ക് അവൈലബിൾ ആണ് മെഡിക്കൽ ഷോപ്പിലൊക്കെ. അത് വാങ്ങി നമുക്ക് സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൺസീവിംഗ് ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓടാനോ ചാടാനോ ഒന്നും പാടില്ല. ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻസിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറയാറുള്ള പോലെ GDM, ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, പ്രഷർ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് സ്മോൾ സ്റ്റെയിൻ അഥവാ സ്മോൾ ഡ്രോപ്പ് ഒക്കെ കാണപ്പെടാനായിട്ട് ചാൻസസ് ഉണ്ട്, മെൻസ്ട്രേഷൻ പീരീഡിൽ സംഭവിക്കുന്ന പോലെ. പിന്നെ നമ്മൾ സ്പോട്ടിംഗ് എന്നാണ് വിളിക്കുക, അഥവാ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നും വിളിക്കുന്നു. നമുക്ക് ഈ സ്പോട്ടിംഗ് കാണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് അഡീക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. വൈദ്യസഹായം തീർച്ചയായിട്ടും തേടണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺസീവ് ആയത് മിസ്കാരേജ് ആയി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അബോർഷൻ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട്. ഓരോ ഭക്ഷണങ്ങൾ മാറി മാറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കൊതി അല്ലെങ്കിൽ പൂതി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് ഫ്രീക്വന്റ് വാട്ടർ ഇൻടേക്ക് നമ്മൾ ഉറപ്പുവരുത്തുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തേർഡ് ട്രൈമസ്റ്ററിൽ സ്വെല്ലിംഗ് ഒക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്, നീര് വെക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം ശരിക്ക് കഴിക്കണം, അതിന്റെ രീതിക്ക് തന്നെ നമ്മൾ കഴിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിട്ട് കഴിക്കുക. 3 തവണ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് 5 തവണയോ 6 തവണയോ ഒക്കെ ആക്കിയിട്ട് കൂട്ടുക. എന്നിട്ട് ഈ 5ഓ 6ഓ തവണ കഴിക്കുന്നത് ഇച്ചിരി കുറച്ച് കഴിക്കുക. ഈ സമയത്ത് നമ്മൾ അയൺ ടാബ്ലറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഡയറ്റിലേക്ക് കിടക്കാം. നമുക്ക് സാധാരണ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടതിനെക്കാട്ടിലും 300 കാലറി കൂടുതൽ ആവശ്യമാണ് പ്രഗ്നൻസിയുടെ സമയത്ത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോർമൽ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടതിനെക്കാട്ടിലും 15 ഗ്രാം എക്സ്ട്രാ പ്രോട്ടീൻ ഈ സമയത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് വരും. ആൽക്കഹോൾ കൺസംഷൻ ഒഴിവാക്കുക. പൊതുവെ കുറവായിരിക്കും, പക്ഷെ എങ്കിലും ഉള്ള ആളുകൾ ഈ സമയത്ത് അതൊന്നും ഒഴിവാക്കുക. നമ്മൾ കാർബോണേറ്റഡ് ഡ്രിങ്ക്സിന്റെ ഒക്കെ ഉപയോഗം നിർത്തുക.
അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബോണേറ്റഡ് വാട്ടേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. അതൊന്നും വാങ്ങി കുടിക്കാതിരിക്കുക. നമുക്ക് ഒരു ദിവസം 1000 mg കാൽഷ്യം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് ഈ സമയത്ത്. സോ അത് പ്രോപ്പർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സാധാരണ ഒരാൾക്ക് വേണ്ട അയണിന്റെ 10 കാലറീസ് കൂടുതൽ നമുക്ക് ഈ പ്രഗ്നൻസി പീരീഡിൽ ആവശ്യമാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വൈറ്റമിൻസ് ആയ A, D, E, K അതുപോലെ തന്നെ B കോംപ്ലക്സ് വൈറ്റമിനും ആവശ്യമാണ്. നോർമലി നമുക്ക് വേണ്ടതിനെക്കാട്ടിലും 4 മടങ്ങ് കൂടുതൽ ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതായത് വൈറ്റമിൻ B9 ആവശ്യമാണ്. നമുക്ക് വേണ്ടത്ര ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ടില്ലെങ്കിൽ അബോർഷൻ ആവാനുള്ള ചാൻസുകൾ ഉണ്ട്. എല്ലാവർക്കും അബോർഷൻ ആവും എന്നല്ല പറയണത്, പക്ഷെ ചാൻസസ് കൂടുതലാണ്. അതുപോലെ നമ്മൾ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാതിരിക്കുക. ഉപ്പും മധുരവും നമ്മൾ കൺട്രോൾ ചെയ്യുക. അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടുതൽ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പ്രഗ്നൻസി ആയിരിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കസിൻസിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.